ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് ഞാനും എന്റെ മോനും തമ്മിലുള്ള കാര്യങ്ങളാ. ഇത് അമ്മ കൈയെടുത്തേണ്ട കാര്യമില്ല കേട്ടോ. ഓ സത്യമേം, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്താന്ന് നീ എന്താ വിളിച്ചേ? സത്യാമ്മയെന്നാ? ആഹാ, അങ്ങനെയാണെങ്കിലേ നീനെ രാഘവേട്ടന്ന് വിളിയടാ. വിളിയടാ അമ്മയെന്ന്. അമ്മയെന്ന് വിളിക്കാൻ. രാഘവ് സാറേ, എന്തൊക്കെയാ പറയുന്നത്? പിള്ളേ, താൻ വേണ്ടരുത്. ഇതേ ഞാനും എന്റെ ഭാര്യയും മോനും തമ്മിലുള്ള കാര്യങ്ങളാ. അതിനിടയ്ക്ക് താൻ സംസാരിക്കാൻ പാടില്ല കേട്ടോ. ശരി, വിളിയടാ അമ്മയെന്ന്. വിളിയടാ. അമ്മേ, അമ്മ പോയിക്കോ, ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് പോയിക്കോളാം. വാനോ? എങ്ങോട്ടേക്കാ? ഇനിയേ നീ എങ്ങോട്ടേക്കും പോകുന്നില്ല. എന്റെ അടുത്തേ നീ ഉണ്ടാവണം. നിന്നെ ഒരിടത്തോട്ടും ഞാൻ വിടത്തില്ല. കുറച്ചു ദിവസമായിട്ടേ നീ എന്റെ കണ്ണുവെട്ടിച്ച് നടക്കുന്നതിന്റെ ശിക്ഷയാന്ന് കരുതിയാ മതി. പിള്ളേ, ഇവൻ ഓടിയാ ഇവനെ വട്ടം പിടിച്ച് നിർത്തിയേക്കണം കേട്ടോ. ശരി. ഇങ്ങോട്ട് വേടാ. ഇങ്ങോട്ട് വരാ. എടാ, നീ എപ്പോഴും അമ്മ പറയുന്നത് കേട്ടാ ശരിയാവത്തില്ല. കുറച്ചൊക്കെ അച്ഛൻ പറയുന്നത് കേൾക്കണം. ഇന്നിപ്പൊ അവനെ വിടൂന്ന് തോന്നില്ല. ഒന്നും പറയണ്ട സത്യാമ്മേ, രാഘവൻ സാറിന് വിഷമാവോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പിള്ളേ? അങ്ങനെ എന്നെ ഒഴിവാക്കി പോകാൻ പറ്റൂടാ നിനക്ക്? ഇല്ല. ഇരി. അവിടെടാ ഇരി. സത്യമേ, അല്ല അമ്മേ, ഞാന് ശിവനിപ്പോ പോണ്ട. രാഘവേട്ടൻ കുറച്ച് കഴിയുമ്പോ ഉറങ്ങും. അപ്പൊ പോകാം. ഇല്ലെങ്കിൽ വലിയ ബഹളമായിരിക്കും. അതാ കുഞ്ഞെ നല്ലത്. കുഞ്ഞിന് പോകാനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നോളാം. എന്തോ എന്താ പറഞ്ഞേ? മരുന്ന് വാങ്ങുന്ന കാര്യമൊക്കെ പറയായിരുന്നു. ശരി, ഞാനിരിക്കാം. എടാ, നീ വലിയ പോക്കറിയൊക്കെ ആയിരിക്കും. പക്ഷെ നിന്നെ വരച്ച വരെ നിർത്തി വളർത്തിയ ആളായി ഞാനേ. അപ്പം നിന്നേക്കാൾ വലിയ രാജയായി ഞാൻ. ഇല്ലടോ ഉള്ളേ. എന്റെ പഴയ ചട്ടമ്പിത്തരം ഇവൻ അറിയാൻ പാടില്ല. പോകാൻ പോയ ചെക്കനെ വിളിച്ചിരുത്തി വധിക്കുക. അല്ല, സഹിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. നീ ഒരിടത്തോട്ടും പോണ്ട. എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം.